നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നടു ഒടിഞ്ഞു വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അതും പോരാഞ്ഞ് എല്ലാ കുറ്റവും സ്വയം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. നിധിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്ന് മൊഴിയും കൊടുത്തു. അതോടെ സുഖമായല്ലോ. ബോധം ഉണ്ടോടി നിനക്ക്? ബുദ്ധിയുണ്ടോ? എന്ത് വിചാരിച്ചിട്ടാ പോലീസിൽ നീ അങ്ങനെ ഒരു മൊഴി കൊടുത്തത്? അമ്മയ്ക്ക് ഇനി എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? അമ്മ എന്താ വിചാരിച്ചേക്കുന്നെ? നിധിക്ക് മാപ്പ് കൊടുത്ത് എല്ലാം ക്ഷമിച്ചു എന്നും പറഞ്ഞ് ഞാൻ അവളെ വെറുതെ വിട്ടുന്ന. ഇപ്പൊ അവൾക്കെതിരെ ഞാൻ മൊഴി കൊടുത്തു എന്ന് തന്നെ വെച്ചോ. പോലീസ് ഒരു കേസ് ചാർജ് ചെയ്ത് അവളെ കസ്റ്റഡിയിലെടുത്ത് ചിലപ്പോ അവളെ ശിക്ഷിച്ചെന്നും വെച്ചോ. അതുകൊണ്ട് എനിക്കെന്താ അമ്മേ പ്രയോജനം? നിധിയുടെ ഭർത്താവിന്റെ പേര് ഗൗതമെന്ന. അവളെ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ തന്നെ അവളെയും കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ അവളെ പുറത്തിറക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും ഗൗതം. പുല്ലുപോലെ നിധി ഇറങ്ങി പോലെ നമുക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞാൻ നിധിയെ രക്ഷിച്ചവളാ. അവളുടെ മനസ്സിൽ എനിക്ക് അനുകൂലമായിട്ട് ഒരു സിമ്പതി വർക്കൗട്ടായി തുടങ്ങിക്കാണും. അത് വെച്ചായിരിക്കും ഞാൻ ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറാൻ പോകുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോടി മോളെ? നടക്കും, ഇതേ നടക്കും. കാരണം നിധിയും ഗൗതവും ഇപ്പൊ ശിവാനിയോട് കടപ്പെട്ടവരാ. എങ്ങനെയുണ്ട് ശിവാനി? പിന്നെ നല്ല സുഖമല്ലേ? ഇവിടെ എഴുന്നേറ്റ ഉടനെ ഇന്ന് വൈകുന്നേരത്തോടെ മാരത്തോൺ ഓട്ട മത്സരത്തിന് പോകാൻ തീരുമാനിച്ചിരിക്കുക. എന്താ കാണാൻ പോരുന്നോ? കുശലാന്വേഷണത്തിന് വന്നിരിക്കുന്നു. ഓടിച്ചാടി നടന്ന എന്റെ കൊച്ചിനെ ഈ പരുവത്തിലാക്കി കിടത്തിയപ്പോ സമാധാനം ആയല്ലോ നിനക്ക്? അല്ലാതെ തന്നെ ജീവിക്കാൻ ഒരു ഗതിയില്ലാത്ത അവസ്ഥയില്ല. ആണൊരുത്തനുണ്ടായിരുന്നത് തളർന്ന കിടപ്പിലായി. ദേ ഇപ്പൊ ഇവള് ഈ അവസ്ഥയിലും. ഇവളെ ഇനി ആര് നോക്കൂ എന്റെ ഭഗവാനെ? അമ്മ ഒന്ന് മിണ്ടാതിരിക്കേ. എങ്ങനെ മിണ്ടാതിരിക്കും മോളെ? ഈ കിടപ്പിന്ന് നിനക്ക് എന്നിനി എഴുന്നേക്കാൻ പറ്റും? നിന്നെ ആര് നോക്കൂന്നാ? എല്ലാം കൂടി ഓടിച്ചോണ്ട് പോവാൻ ഈ അമ്മയെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാ ഇപ്പോ. അതിന്റെ കൂടെ നിന്നെ ഞാൻ എവിടെ കൊണ്ടിട്ട് നോക്കും? എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മയുടെ അവസ്ഥ എനിക്കറിയാം. അച്ഛനെ നോക്കാൻ പോലും അമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ ഇടയിൽ ഞാനും കൂടി അവിടേക്ക് വന്നു കയറിയ അമ്മയ്ക്ക് അതൊരു വലിയ ഭാരമാവും. ഭാരമായതുകൊണ്ടല്ല, ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാ മോളെ ഞാൻ. സാരല്ലമ്മേ, പറ്റിപ്പോയില്ലേ. ഒരു കാര്യം ചെയ്, അമ്മ എന്നെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയേക്ക്. ഞാൻ അവിടെ കിടന്നോളാം. എന്തിനാ ശിവാനി ഇങ്ങനൊക്കെ പറയുന്നത്? അതിനു വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായത്? പിന്നല്ലാതെ ഇവിടെ നിങ്ങൾ കൊണ്ടുപോവോ? ഒരു കാര്യം ചെയ്, ഇവിടുന്ന് ഡിസ്ചാർജ് ആവുമ്പോ ശിവാനിയെ നിങ്ങൾ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോയിക്കോ. ഈശ്വരമംഗലത്തേക്കോ? പിന്നല്ലാതെ അവിടെ ആവുമ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. AC ഉണ്ട്, ബാത്ത് അറ്റാച്ച്ഡ് റൂം ഉണ്ട്. കുറച്ചു ദിവസം അവിടെ കൊണ്ടു നിർത്തി ചികിത്സിച്ച് തനിച്ചെഴുന്നേറ്റ് നടക്കാൻ പാകമാവുമ്പോ ഇങ്ങ് തിരിച്ചു തന്നാ മതി. ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്താ പറ്റില്ലേ? അമ്മേ, അതൊന്നും വേണ്ട. അവിടെയുള്ള ആർക്കും എന്നെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള വീട്ടിലേക്ക് ഞാൻ എങ്ങനെ ചെന്ന് കയറും? അതും ഈ അവസ്ഥയിൽ. എന്നാ ഒരു കാര്യം ചെയ്യാം, നിന്നെ എന്തായാലും ഒരു അനാഥാലയത്തിലും കൊണ്ട് കളയൂല്ല. കുറച്ചു വിഷം വാങ്ങി നിനക്കും തന്ന് ഞാനും അങ്ങ് കുടിക്കാം. രണ്ടുപേരും അങ്ങ് തീർന്നു കിട്ടുമല്ലോ. എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. ഗൗതം, നമുക്ക് ഡോക്ടറെ ഒന്നുകൂടി കാണാം. കുറച്ചുകൂടി നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന എവിടേക്കെങ്കിലും മാറ്റാം. നീ വാ.